ദുർമരണം സംഭവിക്കുന്ന ജീവജാലങ്ങളിൽ മനുഷ്യൻ മാത്രമാണോ പ്രേതമായി മാറുക എന്ന ചിന്ത യാത്ര തുടങ്ങുമ്പോൾ മുതൽ ഒപ്പമുണ്ടായിരുന്നു. കാരണം വായിച്ചും കേട്ടുമുള്ള കഥകളൊക്കെയും അങ്ങനെയായിരുന്നു. ഉറുമ്പ്, കൊതുകും പാറ്റയും ദുർമരണം സംഭവിക്കുന്ന സകല ആത്മാക്കളും നമുക്ക് ചുറ്റും ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്നും അവർ നമ്മെ ഉറങ്ങുമ്പോൾ വന്ന് കടിക്കുന്നതാണ്, രാവിലെ ഉറക്കമുണരുമ്പോൾ ദേഹത്ത് കാണുന്ന കാരണമറിയാത്ത ചൊറിച്ചിൽ പാടുകളെന്നും ആരോ പറഞ്ഞത് ഓർത്തപ്പോൾ ചിരി വന്നു. തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലും മൂടുന്ന മലയോര ഗ്രാമത്തിലേക്കായിരുന്നു യാത്ര. 6 പതിറ്റാണ്ട് മുൻപ് കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ ഒരു പെണ്ണുണ്ടിവിടെ, സുമതി. കാട്ടിൽ അവളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആ കൊടും വളവിനെക്കുറിച്ച് തിരുവനന്തപുരത്തെ ജീവിതം തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നതാണ്. അങ്ങനെയാണ് ഇത്തവണത്തെ സഞ്ചാരം അങ്ങോട്ടേക്കാക്കുന്നത്. നഗരത്തിൽ നിന്നും പേരൂർക്കട, നെടുമാങ്ങാട് വഴിയായിരുന്നു യാത്ര. ക്യാമറാമാൻ മിൽട്ടനെ കൂടാതെ കോരിച്ചൊരിയുന്ന മഴയും തുടക്കം മുതൽ കൂട്ടിനുണ്ടായിരുന്നു. പാലോടും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴയാണെന്ന് സുഹൃത്തും പ്രദേശവാസിയുമായ അമിത് തിലക് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ യാത്ര മാറ്റിയാലോ എന്ന് പോലും ആലോചിച്ചതാണ്. പക്ഷേ ഒരുപാട് കാലമായി സഞ്ചാരികളുടെ ഉറക്കം കെടുത്തുന്ന സുമതി വളവിനെക്കുറിച്ചുള്ള കഥകൾ അങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പാലോടിലെത്തി. പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞു. ഇവിടെ മുതൽ റിസർവ് ഫോറസ്റ്റാണ്. പതിയെ പതിയെ ചുറ്റും വന്യത വന്ന് മൂടുന്നതറിഞ്ഞു. മഴ ഒട്ടൊന്ന് കുറഞ്ഞിരുന്നു. റോഡ് വളവുകൾ കൊണ്ട് സമ്പന്നമായി തുടങ്ങി. ഇവിടെ എവിടെയോ ആണ് സുമതി വളവെന്ന് ഉള്ളിലിരുന്നാരോ മന്ത്രിച്ചു. പക്ഷേ ഏതാണതെന്ന് കൃത്യമായിട്ട് അറിയില്ല. വഴികാട്ടിയായ അമി ഫരദന്നൂരിലാണ് കാത്തു നിൽക്കുന്നത്. മയിലുമൂടും പിന്നിട്ട് ഫരദന്നൂരിലെത്തി വേണം അമിയെ ഒപ്പം കൂട്ടാൻ. ഓരോരോ വളവെത്തുമ്പോഴും ഇതാണ് സുമതി വളവെന്ന് സംശയമായി. പക്ഷേ ഇടയിലൊരു കൊടുംവളവിൽ അറിയാതെ കണ്ണുടക്കി. നേരത്തെ കണ്ടതോ ഇനി കാണാനിരിക്കുന്നതോ ഒന്നുമല്ല, ഇത് തന്നെയാണെന്ന് വീണ്ടും ഉള്ളിലിരുന്നാരോ മന്ത്രിച്ചു. മനസ്സത് ഉറപ്പിക്കുന്ന പോലെ കൗതുകം തോന്നി. മയിലുമൂടും പിന്നിട്ട് ഫരദന്നൂരിലെത്തി അമിയെയും കൂട്ടി തിരിച്ചു വന്നു. അവൻ ചൂണ്ടിക്കാണിച്ച ഇടം കണ്ട് കൗതുകം വീണ്ടും ഭയത്തിന് വഴിമാറി. 60 വർഷം മുൻപ് ഇവിടെ വെച്ചാണ് സുമതി എന്ന ഗർഭിണി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുന്നത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക്. മാധവൻ ഉണ്ണിത്താൻ എന്ന വയോധികന്റെ ശബ്ദം ഉള്ളിൽ മുഴങ്ങി. മാധവൻ ഉണ്ണിത്താൻ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടുകാരിൽ സുമതിയെ നേരിൽ കണ്ടിട്ടുള്ള ഏക വ്യക്തി. ആരായിരുന്നു സുമതി? ഒരു വീട്ടുവേലക്കാരിയായിരുന്നു അവൾ. മുതലാളിയുടെ മകനെ മോഹിച്ച വേലക്കാരി. കാരേറ്റ് ഭാഗത്തായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം. കൊല്ലപ്പെടുമ്പോൾ 19-20 വയസ്സായിരുന്നു പ്രായം. വെളുത്ത് വടിവത്ത ശരീരം, ഒത്ത പൊക്കം, കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന മുടി, കരിനീല കണ്ണുകൾ. മാധവൻ ഉണ്ണിത്താൻ്റെ ഇടർന്ന ശബ്ദത്തിന് കൗമാരത്തിൻ്റെ പ്രസരിപ്പ്. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അമ്മ അരിക്കച്ചവടക്കാരി. അങ്ങനെയാണ് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി അവൾ എത്തുന്നത്. വീട്ടിൽ അടുക്കള ജോലിക്കിടയിലും പഠിക്കാൻ അവൾ സമയം കണ്ടെത്തി. താണു മുതലാളിക്ക് രത്നാകരൻ എന്നൊരു മകനുണ്ടായിരുന്നു. ആ 24-കാരനുമായി അവൾ പ്രണയത്തിലായതോടെയാണ് കഥകളുടെ തുടക്കം. രത്നാകരൻ്റെ വിവാഹ വാഗ്ദാനത്തിൽ മയങ്ങിയാവണം സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ അയാളുടെ മനസ്സ് മാറി, വാക്കുമാറി. പക്ഷേ തന്നെ വിവാഹം കഴിക്കണമെന്ന് സുമതി നിർബന്ധവും തുടങ്ങി. ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ ആരുംകൊല നടക്കുന്നത്. അതേക്കുറിച്ച് മാധവൻ ഉണ്ണിത്താൻ തന്നെ പറയും. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. എനിക്കിന്ന് 28 29 വയസ്സ് കാണും. സമയം രാത്രി 10 മണി. പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്നു. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞാണ് രത്നാകരൻ തൻ്റെ അംബാസഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാണ് അവളെയും കൂട്ടി ഇറങ്ങിയതെന്നും ഒരു കഥയുണ്ട്. എന്തായാലും കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി. എന്നാൽ കാർ പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പാർലോഡിലേക്ക് തിരിഞ്ഞു.
മൈലമൂട് പാലത്തിന് സമീപം വനാതിർത്തിയിലെത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറുക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച സുമതി ഇവർക്കൊപ്പം നടന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി ആര് കേൾക്കാൻ? മാധവനുണ്ണിത്താൻ ചോദിക്കുന്നു. അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചഴിച്ച് രത്നാകരൻ്റെ കൂട്ടുകാരന് നടന്നു. പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ് തിരിഞ്ഞു മറിഞ്ഞു വീണ്ടും അവരുടെ അരികിലെത്തി. ദിശ തെറ്റിയ ഇരുവരും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡിനരികിലേക്കായിരുന്നു. കല്ലറ പാലോട് റോഡിൽ ഇപ്പോൾ സുമതിയെ കൊന്ന റോഡ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു അവരെത്തിയത്. പിന്നെ നടന്നത് കൊടും ക്രൂരത. രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലില്ലേ എന്നും എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ എന്നും ഒരിക്കലും തിരിച്ചു വരില്ല എന്നും അവൾ കരഞ്ഞു പറഞ്ഞത്രേ. പക്ഷേ കഴുത്തിൽ കത്തി താഴ്ന്നു. ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും ഞെട്ടി. കഴുത്ത് അറ്റുമാറായ നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി. ഇവിടെ ഏതോ മരത്തിൽ ചാരിവെച്ച നിലയിലായിരുന്നു മൃതദേഹം. ഈറ്റുവെട്ടാനെത്തിയ ആദിവാസികളായ കാണിക്കാർ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം കാണുന്നു. അന്ന് മുതലാണ് ഇവിടം സുമതിയെ കൊന്ന വളവാകുന്നത്. ആ ദിവസത്തെക്കുറിച്ച് ഇന്നും ഓർക്കുന്നു മാധവൻ ഉണ്ണിത്താൻ. കൊല നടന്ന സ്ഥലം കാണാൻ പോയതും തടിച്ചുകൂടിയ പുരുഷന്മാരുമില്ല. സംഭവം നടന്ന 6 മാസത്തിനു ശേഷമാണ് രത്നാകരനും രവീന്ദ്രനും പോലീസിൻ്റെ പിടിയിലാകുന്നത്. മിടുക്കനായ ഏതോ SI ആണ് ഇവരെ പിടിച്ചതെന്ന് മാധവൻ ഉണ്ണിത്താൻ. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഇരുവരും 15 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതരായി. താമസിയാതെ രവീന്ദ്രനും 15 വർഷം മുൻപ് രത്നാകരനും മരിച്ചു. വളരെ പെട്ടെന്നാണ് സുമതി നാട്ടുകാരുടെ ഭ്രമാത്മക കഥകളിലേക്ക് നടന്നു കയറുന്നത്. കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടെ മറുംകൊലയുടെ വാസസ്ഥലമായി നാട്ടുകാർ ചിത്രീകരിക്കപ്പെട്ടു. സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ വാമൊഴിയായും വരമൊഴിയായും ഒക്കെ പരന്നു. ഉത്സവ പറമ്പുകളിൽ വിറ്റിരുന്ന പാട്ടുപുസ്തകങ്ങളിലൂടെയായിരുന്നു ആദ്യകാലത്ത് സുമതി കഥകളുടെ പ്രചരണമെന്ന് മാധവൻ ഉണ്ണിത്താൻ പറയുന്നു. വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡിനരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്നും പലരും അവകാശപ്പെട്ടു. പലപ്പോഴും റോഡിന് മുകളിലെ പൊന്തക്കാട്ടിൽ നിന്നോ തൊട്ടു താഴെയുള്ള കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയർന്നു. അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകൾ തനിയെ ഓഫാകും. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ പൊടുന്നനെ ബൈക്കിൽ നിന്നും എടുത്തെറിയപ്പെടും. ലൈറ്റുകൾ താനെ അണയും. ടയറുകളുടെ കാറ്റ് പോകും. കഥകൾ പൊടിപ്പും തുങ്ങൽ വെച്ച് പ്രചരിച്ചു. കഥകൾ കാട്ടുതീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൾ പോലും ഇതുവഴി കടന്നു പോകാൻ ആളുകൾ മടിച്ചു. ഇനി സുമതി വളവിലെ ഒരു അനുഭവം കേൾക്കാം. മൈലുമൂട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ജലാലുദ്ദീനാണ് രസകരമായ ആ കഥ പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് സംഭവം. പുറംനാട്ടുകാരായ 2 യുവാക്കൾ അർദ്ധരാത്രിയിൽ ഈ വഴി ബൈക്കിൽ വരികയായിരുന്നു. സുമതി കഥകളൊന്നും അറിയുന്നവരായിരുന്നില്ല അവർ. ബൈക്ക് വളവിനോടടുത്തപ്പോൾ വെള്ളസാരി ധരിച്ച ഒരു സ്ത്രീരൂപം റോഡരികിൽ നിന്ന് ബൈക്കിന് കൈ കാണിച്ചു. മോഷ്ടാക്കളാണെന്ന് കരുതി ഭയന്നുപോയ യുവാക്കൾ ബൈക്ക് നിർത്തി ചാടിയിറങ്ങി കല്ല് പെറുക്കിയ രൂപത്തിനു നേരെ എറിയാൻ തുടങ്ങി. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഭയന്നുപോയ യക്ഷി സാരിയും വാരിച്ചുറ്റി കാട്ടിലേക്ക് ചാടി ഓടി മറഞ്ഞു. ഓട്ടത്തിനിടയിൽ യക്ഷിയുടെ കയ്യിൽ നിന്നും ഒരു കടലാസ് കഷ്ണം താഴെ വീഴുന്നത് യുവാക്കൾ കണ്ടു. യുവാക്കൾ അതുമെടുത്ത് നേരെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ജലാലുദ്ദീൻ പറഞ്ഞു നിർത്തി. സുമതി കേസിൻ്റെ ഫയലുകൾ ഉറങ്ങുന്ന പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇന്നും ഒരു പ്രേതഭവനം പോലെ കാണപ്പെടുന്നു. ഇന്നും ആ വളവ് സുമതിയുടെ പേരിൽ അറിയപ്പെടുന്നു. സുമതി എന്ന സ്ത്രീയുടെ ആത്മാവുണ്ട് എന്ന് ആ നാട്ടുകാർ എല്ലാവരും വിശ്വസിച്ചു പോരുന്നു. കൂടുതൽ പ്രേതകഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രേതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.